കാനഡയിൽ താമസിക്കുന്ന അഭയാർത്ഥികൾക്കും തിരിച്ചടിയായി കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വംശജയായ റൂബി ഡെള്ള പ്രധാനമന്ത്രിയായാൽ അനധികൃതമായി താമസിക്കുന്ന 5 ലക്ഷത്തിലധികം ആളുകളെ നാടുകടത്തുമെന്നാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് റൂബി ഡെള്ളയെ കാനഡയിലെ ലേഡി ട്രംപ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയെ മാർച്ചിൽ തെരഞ്ഞെടുക്കും. ഈ സാഹചര്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി റൂബി ഡെള്ള മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റൂബി ഡെള്ള ചില നാടകീയ പ്രഖ്യാപനങ്ങളും നടത്തി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ നാടുകടത്തുമെന്നാണ് റൂബി പറയുന്നത്. റൂബിയുടെ എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. 5 ലക്ഷത്തിലധികം ആളുകൾ കാനഡയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നു. ഇത് പൂർണ്ണമായും അസ്വീകാര്യമാണ്. കുടിയേറി താമസിക്കുന്ന മാതാപിതാക്കളുടെ മകളെന്ന നിലയിൽ ചിലത് എനിക്ക് പറയാനുണ്ട്. കാനഡയെ മഹത്വത്തിലേക്ക് കെട്ടിപ്പടുക്കാൻ കുടിയേറ്റക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മനുഷ്യക്കടത്ത് തടയണം. അത് നിയമവിരുദ്ധമാണ്. വരാനിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാനഡയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന എല്ലാവരെയും ഞാൻ നാടുകടത്തും. അന്നുമുതൽ കാനഡ അഭിവൃദ്ധിപ്പെടും. ഇത്തരത്തിലൊരു പ്രഖ്യാപനം മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വലിയ ശ്രദ്ധ നേടിയിരുന്നു. 20-ാം തീയതി പ്രസിഡന്റായി അധികാരത്തിലേറിയപ്പോൾ രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ പറഞ്ഞ പോലെ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. റൂബി ഡെള്ളയും കാനഡയിൽ ട്രംപിന്റെ അതേ ശൈലിയിൽ പ്രഖ്യാപനം നടത്തി. ഇക്കാരണത്താൽ അവരെ കാനഡയുടെ ലേഡി ട്രംപ് എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ് റൂബിയുടെ മാതാപിതാക്കൾ. കാനഡയിലെ മാനിറ്റോബയിലെ വിന്നിപെഗിലാണ് റൂബി ഡെള്ള ജനിച്ചത്. ഒരു നടിയും കൈറോപ്രാക്ടറുമായിട്ടായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. 1993-ൽ മിസ് ഇന്ത്യ കാനഡ സൗന്ദര്യ മത്സരത്തിൽ 2-ാം സ്ഥാനം നേടി. അതിനുശേഷമാണ് റൂബി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ലിബറൽ പാർട്ടിയിൽ ചേരുകയും കാനഡയിലെ ബ്രാംപ്ടൺ സ്പ്രിംഗ് ഡെയിലിന്റെ റൈഡിംഗിന്റെ MP ആകുകയും ചെയ്തു. 2004 മുതൽ 2011 വരെ MP ആയി തുടർന്നു. റൂബി ഡെള്ളയ്ക്കും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും ഇടയിൽ രസകരമായ ഒരു ബന്ധമുണ്ട്. അതായത് 1984-ൽ ഇന്ദിരാഗാന്ധി പഞ്ചാബിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ ഒരു ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കുകയുണ്ടായി. 1984 ജൂൺ 1 മുതൽ ജൂൺ 10 വരെ പഞ്ചാബിലുണ്ടായിരുന്നതും പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെടുന്നതുമായ ഖലിസ്ഥാൻ ഭീകരരെ നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിട്ടു. ഈ പദ്ധതിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. വിഘടനവാദി നേതാവായ ഭിന്ദ്രൻവാല ഉൾപ്പെടെ 554 പേരാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത്. ഇതിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് റൂബി ഡെള്ള 10 വയസ്സുള്ളപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി. ഇന്ദിരാഗാന്ധി ഒരിക്കൽ പത്രസമ്മേളനത്തിൽ ഈ കത്ത് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. സാഹചര്യത്തിലാണ് റൂബി ഡെള്ള കാനഡയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതും അതിലേക്ക് മത്സരിക്കുന്നതും. റൂബിക്ക് പിന്തുണ നേടുന്നതിനായി സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.